അപ്പം നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഏത് പേരിൻ്റെ ZXi പ്ലസ് ഓപ്ഷനിൽ ടോമോസ്റ്റ് മോഡൽ തന്നെ CVT ഗിയർ ബോക്സ് ആണ്. CVT ഈ CVT എന്ന് പറയുന്ന നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ടെക്നോളജി വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന്. ഫ്രണ്ടിൽ നമ്മൾ ജസ്റ്റ് ഇപ്പം കാണുന്ന പോലെ തന്നെ LED ഹെഡ്ലാമ്പും LED DRLസും ആണ് വരുന്നത്. ഹെഡ്ലാംപ്സ് എല്ലാം നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആയിരിക്കും. ഓക്കെ. അലോവിൽസ് കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം 17 ഇഞ്ചസ് തന്നെയായിരിക്കും. അലോവിലല്ലാത്ത സാധാ സ്റ്റീൽ ഡ്രമ്മും വരുന്നതെല്ലാം 17 ഇഞ്ചസ് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഹെഡ്ലൈറ്റിലേക്ക് വരാൻ നേരത്തെ തന്നെ നമുക്ക് ഇത് LED അതെ LED ഹെഡ്ലാമ്പും LED ടൈലാമ്പും തന്നെയാണ് വരുന്നത്. DRLും LED തന്നെയായിരിക്കും. ഓക്കെ. ഇതിനകത്ത് ഇതിന്റെ കൂടെ തന്നെ ഒരു കണക്ടിങ് ആയിട്ട് ഒരു അതെ ആ ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിൽവർ പോർഷൻ വരുന്നതും ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ വരുന്നതാണ്. കണ്ടിന്യൂറ്റി വരാൻ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് നമ്മൾ ഇതിലേക്ക് വരാൻ നേരത്തെ തന്നെ ഇവിടെ ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ തന്നെ വരുന്നുണ്ട് അല്ലേ? ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. 360 ക്യാമറ ഒക്കെ ഇൻബിൾട്ട് വരുന്നതുകൊണ്ട് ടോപ്പ് മോഡലിൽ നമുക്ക് ഈ 360 ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ആണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇവിടെ. ഇവിടെ ആയിട്ട് ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ നമുക്ക് ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു എയറിന്റെ പാസേജ് കൊടുക്കും. അത് എയറോഡൈനാമിക് മാത്രമല്ല, നമ്മൾ അതുവഴി ആ ഒരു പാസേജ് വഴി നമുക്ക് ആ ഡിസ്ക് ബ്രേക്കിന്റെ ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ടും ഫീച്ചറായിട്ട് ആ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു വിക്ടോറിയസിന്റെ ഒരു ഫ്രണ്ട് പോസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മള് CVTയിൽ നമുക്ക് CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയിൽ ലെവൽ 2 ADAS നമുക്ക് ഫീച്ചർ അവൈലബിൾ അല്ല. നമുക്ക് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ബ്രസലൊക്കെ വരുന്ന സെയിം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വണ്ടി ആ ഒരു മോഡൽ മാത്രമാണ് നമുക്ക് ലെവൽ 2 ADAS വരുന്നത്. അതും ടോപ്പ് മോഡലിൽ മാത്രം. അതെ, ലെവൽ 2 ADAS വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ ഒരു റഡാർ കാണും. പിന്നെ ആ വിൻഷീൽഡിൽ മുകളിലായിട്ടൊരു റഡാർ ഒരു ക്യാമറ കാണും. ഏകദേശം ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആ ഒരു ലെവൽ 2 ADASന്റെ ഒരു സെൻസറും ഒരു യൂണിറ്റ് വരുന്നത് അവിടെ ആയിരിക്കും വരുന്നത്.